ഇന്നത്തെ വീഡിയോ നമുക്കൊരു ചെറിയ സ്റ്റോറിയിലൂടെ തുടങ്ങിയാലോ. ഇത് റിയലായിട്ട് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. അതിനെ ഞാൻ ഒരു സ്റ്റോറി ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്നേ ഉള്ളൂ. ഒരു അവയർനെസ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റോറിനെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് രാജിന് പറയുന്ന ഒരു ചെറിയൊരു ബിസിനസ്മാൻ്റെ സ്റ്റോറിയാണ്. അദ്ദേഹം വളരെ സത്യസന്ധനായൊരു ബിസിനസ്മാൻ ആയിരുന്നു. അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് ഒരു ഇലക്ട്രോണിക് ഷോപ്പാണ്. അയാൾ ആ ഇലക്ട്രിക് ഷോപ്പിൽ ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സാണ് സെൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോറിൽ എപ്പോഴും ഭയങ്കര തിരക്കും ആൾക്കൂട്ടവും ആയിരിക്കും. അങ്ങനെ അത് കാരണം അദ്ദേഹത്തിന് ഒരുപാട് വലിയൊരു കസ്റ്റമർ ബേസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ രാജിൻ്റെ ബിസിനസ് അങ്ങനെ ഗ്രാജുവലി എക്സ്പാൻഡായി ഒരുപാട് വലിയ നിലയിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ രാജിൻ്റെ ബിസിനസ് വലുതായത് കൊണ്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനും ടാക്സ് ലയബിലിറ്റിയിലേക്ക് ത്രഷോൾഡ് എത്തി. രാജ് ബിസിനസ്സിൽ എങ്ങനെയാണോ സത്യസന്ധനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ടാക്സ് ലയബിലിറ്റിയും അതേപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എല്ലാ ടാക്സ് റിട്ടേൺ ഫയലിങ്ങും ഓൺ ടൈമിൽ രാജ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഇതും പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കറക്റ്റായിട്ട് ടാക്സ് വെട്ടിക്കാതെ എല്ലാം പ്രോപ്പറായിട്ടായിരുന്നു രാജ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം രാജിന് GST ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു നോട്ടീസ് വന്നു. വലിയൊരു തുക പെനാൽറ്റി ആയിട്ട് അടയ്ക്കാൻ പറഞ്ഞിട്ട് ഒരു നോട്ടീസ് GST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് രാജിന് പറയുന്ന ആൾ ടാക്സിൽ ചില വെട്ടിപ്പ് നടത്തിയെന്നാണ് ആ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടപ്പോൾ രാജ് ഒരുപാട് ഷോക്കായി. കാരണം ഇന്നേ വരെ ടാക്സിൽ ഒരു ചെറിയ വെട്ടിപ്പ് പോലും കാണിക്കാതെ ബിസിനസ്സിൽ എത്രത്തോളമാണോ സത്യസന്ധത കാണിച്ചിരുന്നത്, അതേപോലെ തന്നെ ടാക്സിലും ടാക്സ് റിട്ടേൺ ഫയലിങ്ങിലും എല്ലാത്തിലും സത്യസന്ധത കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു രാജ്. ആ നോട്ടീസിലുണ്ടായിരുന്നത് ഒരുപാട് വലിയൊരു എമൗണ്ട് ആയിരുന്നു ടാക്സ് അടയ്ക്കാനായിട്ട് പറഞ്ഞിരുന്നത്. അത്രയും എമൗണ്ട് അടയ്ക്കാനുള്ള പൈസ രാജിൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ രാജ് അതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ടാക്സിൽ ഇതുവരെ ഒരു വെട്ടിപ്പും നടത്താതെ സത്യസന്ധമായിട്ട് റിട്ടേൺ ഫയലിംഗ് എല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട് ടാക്സ് ആയിട്ട് വന്നത് എന്ന റീസൺ തിരഞ്ഞുകൊണ്ട് ചില റിസർച്ച് രാജ് നടത്തി. അപ്പോൾ എന്നിട്ട് ഒരു ടാക്സ് കൺസൾട്ടൻറ്റിനെ പോയി കണ്ടപ്പോഴാണ് അറിയണത് ഒരു ചെറിയ ഒരു കാര്യം രാജ് മിസ് ചെയ്തിരുന്നു. അതാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അത് GSTയിലെ ഒരു ചെറിയൊരു കോൺസെപ്റ്റാണ്. പക്ഷേ അത് കാരണം രാജിന് വന്നത് ഒരു വലിയൊരു ഫിനാൻഷ്യൽ ബേർഡനാണ് രാജിൻ്റെ തലയിൽ വന്ന് വീണത്. ചെറിയൊരു നിസ്സാര കാര്യം മനസ്സിലാക്കാതെ പോയതിൻ്റെ പേരിൽ വലിയൊരു ഫിനാൻഷ്യൽ ബേർഡൻ രാജിന് ഫേസ് ചെയ്യേണ്ടി വന്നു. രാജിൻ്റെ സ്റ്റോറി പലർക്കും ഒരു പാഠമായിട്ടിരിക്കട്ടെ. നിങ്ങൾക്ക് രാജിൻ്റെ സിറ്റുവേഷൻ വരാതിരിക്കണമെങ്കിൽ ഈ വീഡിയോ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും യൂണിക് സോൾവ് ടാക്സ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. ഞാൻ അഖില, GST പ്രാക്ടീഷണർ. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ GSTയിലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റി നോക്കാം. അതായത് ടൈം ഓഫ് സപ്ലൈ എന്ന കോൺസെപ്റ്റ്. ആദ്യമായിട്ട് വാട്ട് ഈസ് ടൈം ഓഫ് സപ്ലൈ, അതായത് ടൈം ഓഫ് സപ്ലൈ എന്ന് വെച്ചാൽ എന്താണ് എന്ന് നോക്കാം. ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ എപ്പോഴാണ് ഒരു ട്രാൻസാക്ഷൻ എപ്പോഴാണ് GSTക്ക് ലയബിൾ ആയിട്ട് വരുന്നത്, ആ ടൈമിനെയാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഒരു ഗുഡ്സ് ഓർ സർവീസസിൻ്റെ സപ്ലൈൻ്റെ മേലെ ടാക്സ് ലയബിലിറ്റി എപ്പോഴാണോ വരുന്നത് അതിനെയാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അത് ഭയങ്കര ക്രൂഷ്യലാണ് മനസ്സിലാക്കാൻ. കാരണം പല കാരണങ്ങളും അതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ആദ്യം ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിനെ പറ്റിയിട്ട് നോക്കാം. ഗൂഡ്സിൻ്റെ സപ്ലൈ വരുമ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള 3 ഡേറ്റിൽ ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തേത് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. രണ്ടാമത്തേത് ഡേറ്റ് ഗൂഡ്സ് ആർ റിമൂവ്ഡ്, അതായത് ഗോഡൗണിൽ നിന്ന് ഗൂഡ്സ് റിമൂവ് ചെയ്ത ഡേറ്റ്, അതായത് ഗോഡൗണിൽ നിന്ന് ഗൂഡ്സിനെ സപ്ലൈയിലേക്ക് കൊടുത്തയച്ച ഡേറ്റ്. പിന്നെ മൂന്നാമത്തേത് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് റിസീവ് ചെയ്ത ഡേറ്റ്. ഈ 3 ഡേറ്റിൽ വെച്ചിട്ട് ഏത് ഡേറ്റാണോ എർലിയസ്റ്റ് ആയിട്ട് വരിക അതിനെയാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ പറഞ്ഞത് കൂടാതെ ചില സ്പെസിഫിക് സിനാരിയോസ് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് അഡ്വാൻസ് പേയ്മെൻറ്റ്സ്.
ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും പ്രോഡക്റ്റിന് മേലെ അഡ്വാൻസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്വാൻസ് റിസീവ് ചെയ്ത ഡേറ്റിനെ ടൈം ഓഫ് സപ്ലൈ എന്ന് കൺസിഡർ ചെയ്യും. പിന്നെ അടുത്തത് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ്. ഇപ്പം നിങ്ങളൊരു കാർ പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു EMIയിൽ കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിന് ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് പല തവണയായിട്ട് നിങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോയിൽ ടൈം ഓഫ് സപ്ലൈ ഏതായിരിക്കും? ഈ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് ഓരോരോ ഇൻസ്റ്റാൾമെൻറ്റിൽ, അതായത് ഈ പിക്ചറിൽ കാണേണ്ട ആദ്യത്തെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ നിങ്ങൾ പേ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് GST രണ്ടും കൂടിയിട്ടാണ് പേ ചെയ്യണത്. പിന്നെ രണ്ടാമത് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് GST, തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് GST, അങ്ങനെ 3 ഇൻസ്റ്റാൾമെൻറ്റാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യം നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിൽ സാധനം പർച്ചേസ് ചെയ്തിട്ട് ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോഴും അതിൻ്റെ കൂടെ GST അടയ്ക്കണം. അപ്പോൾ ഇതിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഒന്നിച്ച് ഒറ്റ ദിവസമായിട്ട് കാണിക്കില്ല. ഇൻസ്റ്റാൾമെൻറ്റിൽ നിങ്ങൾ EMIയിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓരോ തവണയും നിങ്ങൾ എന്താണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ഓരോ ദിവസവും ടൈം ഓഫ് സപ്ലൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഓരോ ഇതിലും നിങ്ങൾ പേ ചെയ്യുന്ന അമൗണ്ടിൻ്റെ കൂടെ GSTയും കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തത് ഡിഫേർഡ് പേയ്മെൻറ്റ്. അതായത് ഇപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റിന് ഡിലേ ആയിട്ട് B2B ട്രാൻസാക്ഷൻ നടക്കുകയാണ്. ഒരു ബിസിനസ് ടു ബിസിനസ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ഡിലേ ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് കൺസിഡർ ചെയ്യുന്നത് ആക്ച്വൽ പേയ്മെൻറ്റ് ഡേറ്റ്, അതായത് ആക്ച്വലി നിങ്ങൾ എപ്പോഴാണോ പേയ്മെൻറ്റ് ചെയ്യേണ്ടിയിരുന്നത് ആ ഡേറ്റിനായിരിക്കും ടൈം ഓഫ് സപ്ലൈ എന്ന് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിനെ പറ്റിയിട്ട് നോക്കാം. ഇപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലൂടെയാണ് പേയ്മെൻറ്റ് ചെയ്യണത് എങ്കിൽ ഈ കേസസിൽ ടൈം ഓഫ് സപ്ലൈ ഏതായിരിക്കുമെന്ന് നോക്കാം. റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണെങ്കിൽ റെസിപ്പിയൻറ്റ് സപ്ലയർ അല്ല, റെസിപ്പിയൻ്റാണ് GST പേ ചെയ്യേണ്ടത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എർലിയർ ഓഫ് ദി പേയ്മെൻറ്റ് ഡേറ്റ് ഓർ ദി ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ദി റെസിപ്പിയൻറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്. അതായത് റെസിപ്പിയൻറ്റ് ഒരു അഡ്രസ്സ്, അവരുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത അക്കൗണ്ട് ബുക്കിൽ ഏതാണോ ഡേറ്റ് എൻട്രി ചെയ്തിട്ടുണ്ടാവുക ആ ഡേറ്റ്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത ഡേറ്റ്, ഇത് രണ്ടിൽ ഏതാണോ എർലി ആയിട്ട് വരിക ആ ഡേറ്റിനെയാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് കൺസിഡർ ചെയ്യുക. ഇനി അടുത്തത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസിനെ പറ്റിയിട്ട് നോക്കാം. നേരത്തെ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗൂഡ്സിൻ്റെ കണ്ടതുപോലെ തന്നെ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസിലും ജനറൽ റൂൾസ് ഉണ്ട്. അതായത് 3 ഡേറ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമൈനിങ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്, അതിൽ ആദ്യത്തേത് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. പിന്നെ രണ്ടാമത് പറയുന്നത് ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസസ്, അതായത് സർവീസസ് എപ്പോഴാണോ ഏത് ഡേറ്റിലാണോ പ്രൊവൈഡ് ചെയ്യണത് ആ ഡേറ്റ്. പിന്നെ മൂന്നാമത് പറയുന്നത് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ചെയ്ത ഡേറ്റ്. ഇത് 3-ൽ ഏതാണോ എർലിയസ്റ്റ് ആയിട്ട് വരുന്നത് അതിനെയാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് കൺസിഡർ ചെയ്യുക. ഏതിൽ? സപ്ലൈ ഓഫ് സർവീസസിൽ. അതിൽ പല ഫാക്ടേഴ്സും ഈ ടൈം ഓഫ് സപ്ലൈനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ ദി കറക്റ്റ് ടാക്സ് പീരിയഡ്, അതായത് കറക്റ്റായിട്ട് ടാക്സ് പേ ചെയ്യണ കറക്റ്റ് പീരിയഡ്. രണ്ടാമത്തേത് അപ്ലിക്കബിൾ ടാക്സ് റേറ്റ്, ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ആവുന്ന ഡേറ്റ്. ഇപ്പൊ നേരത്തെ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗൂഡ്സിൽ പറഞ്ഞതുപോലെ തന്നെ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസിന് ചില സ്പെഷ്യൽ സിനാരിയോസ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് അഡ്വാൻസ് പേയ്മെന്റ്, അതായത് അഡ്വാൻസ് പേ ചെയ്ത ഡേറ്റ്. ഇപ്പോൾ ഇതിലും ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗൂഡ്സിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസിലും പറയേണ്ടത്. അഡ്വാൻസ് പേ ചെയ്ത ഡേറ്റ് ഏതാണോ, ഇപ്പോൾ ഒരു സർവീസ് നിങ്ങൾ റെൻഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സർവീസ് റെൻഡർ ചെയ്യുന്നതിന് മുമ്പേ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഡേറ്റ് നിങ്ങൾ എപ്പോഴാണോ ഏത് ഡേറ്റിലാണോ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ഡേറ്റിനെ ടൈം ഓഫ് സപ്ലൈ എന്ന് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തേത് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ്.
ഇതിലും സെയിം ആദ്യത്തെ പോലെ തന്നെയാണ്. ഒരു സർവീസ് നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ ഓരോരോ ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങൾ പേ ചെയ്യുന്നതിനെ ഓരോരോ റെസിപ്റ്റായിട്ട് കൺസിഡർ ചെയ്യും. രണ്ടാമത്തേത് മൂന്നാമത്തെ പോയിന്റ് ഡിഫേർഡ് പേയ്മെൻറ്റ്. ഇതും സെയിം ആണ്. നിങ്ങൾ ഡിഫേർഡ് പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഏതായിരുന്നോ ആ ഡേറ്റിനെ ആയിരിക്കും റെസിപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അതായത് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ടൈം ഓഫ് സപ്ലൈ ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം നിങ്ങൾ അതിന് നിങ്ങൾ ഇൻവോയ്സ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ഡേറ്റിന് ഇൻവോയ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ രാജിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും മുമ്പിൽ. അതിന് വലിയൊരു തുക പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടി വരും. പിന്നെ നാലാമത്തെ പോയിന്റ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഇതും സെയിം ഗൂഡ്സ് ഓഫ് സപ്ലൈയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. സർവീസസിലും നിങ്ങളുടെ പേയ്മെന്റ് ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ റെസിപ്പിയന്റിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എൻറ്റർ ചെയ്തിട്ടുള്ള ഡേറ്റ്, ഇത് രണ്ടിൽ ഏതാണോ എർലിയസ്റ്റ് ആയിട്ട് വരിക അതിനെയാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് ഈ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ക്രൂഷ്യലുമായിട്ടുള്ള പോയിന്റ് ആണ്. ഇത് നിങ്ങൾ എല്ലാവരും എല്ലാ പോയിന്റും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ വലിയ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യേണ്ടി വരും. അടുത്തതായി കീ കൺസിഡറേഷൻസ് ആൻഡ് ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഇമ്പോർട്ടൻസ് ഓഫ് അക്യുറേറ്റ് റെക്കോർഡ് കീപ്പിംഗ്. അതായത് അക്യുറേറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. അതുകൊണ്ട് GSTയിൽ പല കംപ്ലൈൻറ്റ്സും പിന്നെ പെനാൽറ്റീസും അവോയ്ഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടേതായ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ പ്രോപ്പറായിട്ടും അക്യുറേറ്റ് ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ രണ്ടാമത്തേത് ഇമ്പാക്റ്റ് ഓഫ് ഡിലേഡ് ഇൻവോയ്സിങ്. അതായത് ഡിലേ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇൻവോയ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ പെനാൽറ്റിക്ക് ഇടയായിട്ട് വരും. കാരണം GST ലോയിൽ സ്പെസിഫിക് ആയിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈം ഓഫ് സപ്ലൈ വരുന്നത് ആ ടൈം ഓയിലിൽ തന്നെ നിങ്ങൾ ഇൻവോയ്സിനെ പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് പിന്നീട് അത് വലിയൊരു പെനാൽറ്റി ആയിട്ട് മാറാൻ ചാൻസസ് ഉണ്ട്. അടുത്തത് കോംപ്ലക്സിറ്റീസ് ഇൻ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ്. ക്രോസ് ബോർഡർ അതായത് നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ട്രാൻസാക്ഷൻസ് നടത്തുകയാണെങ്കിൽ അത് വലിയൊരു ചാലഞ്ച് തന്നെയാണ് ടൈം ഓഫ് സപ്ലൈക്ക്. കാരണം ടൈം ഓഫ് സപ്ലൈ പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈ രണ്ടിനും അത് വലിയൊരു ചാലഞ്ചാണ്. പിന്നെ അത് ടാക്സ് റേറ്റിനെയും കൂടി അഫക്റ്റ് ചെയ്യും. കാരണം ഓരോരോ രാജ്യത്ത് ഓരോരോ ടാക്സ് റേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലാണ് GST വൺ ടാക്സ് വൺ നേഷൻ എന്നൊക്കെ പറയുന്നത്. പല രാജ്യത്തും GST ഉണ്ട്, എന്നാൽ പോലും അത് എല്ലാ രാജ്യത്തും ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. ചില രാജ്യത്തൊക്കെ അത് വാറ്റാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില രാജ്യങ്ങളിലൊക്കെ GST ആണെങ്കിൽ പോലും ടാക്സ് റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ചെയ്യേണ്ടത് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ്റർ അല്ല, നിങ്ങൾ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഒരു രാജ്യത്തിൽ നിന്ന് ഇനിയൊരു രാജ്യത്തേക്ക്, ഒരു കൺട്രിയിൽ നിന്ന് ഇനിയൊരു കൺട്രിയിലേക്ക് നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ചാലഞ്ച് തന്നെയാണ് ഈ ടൈം ഓഫ് സപ്ലൈ മെൻഷൻ ചെയ്യാൻ. ടൈം ഓഫ് സപ്ലൈനും പ്ലേസ് ഓഫ് സപ്ലൈനും ഇത് രണ്ടിനും അത് വലിയൊരു ചാലഞ്ച് തന്നെയാണ്. പിന്നെ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് റോൾ ഓഫ് ടെക്നോളജി ഇൻ സ്ട്രീംലൈനിങ് GST കംപ്ലൈൻറ്റ്സ്. അതായത് നിങ്ങൾ ഓരോരോ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത്, അതായത് ലൈക്ക് GST സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇൻവോയ്സിങ് സിസ്റ്റം, അങ്ങനത്തെ സോഫ്റ്റ്വെയർസും സിസ്റ്റംസൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കംപ്ലൈൻറ്റ്സിനെ കുറയ്ക്കാനും സിംപ്ലിഫൈ ചെയ്യാനും അത് ഹെൽപ്പാവും. പിന്നെ അക്യുറസി കൂട്ടാനും അത് ഹെൽപ്പാവും. സോ നിങ്ങൾക്ക് ഏതെങ്കിലും സോഫ്റ്റ്വെയർ GST സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഇൻവോയ്സിങ് ടൂൾസ് എന്തെങ്കിലും സിസ്റ്റംസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പെനാൽറ്റീസിൻ്റെ ഇതൊക്കെ കുറയ്ക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ അക്യുറസിനെയും കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും.
ഇനി അടുത്തത് കൺക്ലൂഷനിലേക്ക് വരാം. ഇതൊരു ചെറിയൊരു റീക്യാപ്പ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്ന് നോക്കാം. അതായത് സപ്ലൈ ഫോർ ബോത്ത് ഗൂഡ്സ് ആൻഡ് സർവീസസ്, ഗൂഡ്സിൻ്റെയും സർവീസസിൻ്റെയും രണ്ടിൻ്റെയും സപ്ലൈനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. അണ്ടർസ്റ്റാൻഡിങ് ദി ടൈം ഓഫ് സപ്ലൈ ഈസ് ക്രൂഷ്യൽ ഫോർ അക്യുറേറ്റ് GST കംപ്ലയിൻറ്റ്സ്. അതായത് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ GSTയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചു. പിന്നെ ബൈ ഫോളോയിങ് ദി റൂൾ ആൻഡ് മെയിൻറ്റെയിനിങ് അക്യുറേറ്റ് റെക്കോർഡ് യു ക്യാൻ അവോയ്ഡ് പെനാൽറ്റീസ് ആൻഡ് എൻഷുർ സ്മൂത്ത് ടാക്സ് ഫയലിംഗ്. GSTയുടെ റൂൾ എന്താണോ ഉള്ളത് അത് ഫോളോ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ, അത് ഫോളോ ചെയ്തിട്ട് പിന്നെ പ്രോപ്പറായിട്ട് റെക്കോർഡ്സും അക്കൗണ്ട്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് പെനാൽറ്റീസിനെ അവോയ്ഡ് ചെയ്യാം, പിന്നെ ടാക്സ് ഫയലിങ്ങിനെ സ്മൂത്തായിട്ട് ചെയ്യാമെന്നും പറ്റുമെന്ന് ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചു. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ GST കംപ്ലയിൻസിനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. നിങ്ങളൊരു ബിസിനസ് ഓണറാണോ, നിങ്ങൾക്ക് GSTനെ പറ്റിയിട്ട് GST കംപ്ലയിൻസിനെ പറ്റിയിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടോ, അതോ GST ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഞാനുണ്ട്. നിങ്ങൾക്ക് GST റിലേറ്റഡ് എന്ത് വർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ വെച്ചിട്ട് GST റിലേറ്റഡ് എന്ത് ഇത് വന്നാലും കംപ്ലയിൻറ്റ്സ് ആയാലും എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് GSTയിൽ എന്ത് പ്രോബ്ലം ഫേസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സർവീസസിൽ നിന്ന് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഒന്നാമത്തേത് അക്യുറേറ്റ് GST ഫയലിംഗ്. അതായത് നിങ്ങൾക്ക് ടൈമിന് കറക്റ്റായിട്ട് GST ഫയലിംഗ് ഞാൻ ചെയ്തു തരും. എൻ്റെ എല്ലാ ക്ലയൻസിനും വിത്തിൻ ടൈമാണ്, ഡെഡ് ലൈനിനുള്ളിൽ ഞാൻ GST റിട്ടേൺ ഫയലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പെനാൽറ്റീസിനെ അവോയ്ഡ് ചെയ്യാം, പിന്നെ ഇതിൽ നിന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാം, GSTയിൽ നിന്ന് നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാം. പിന്നെ രണ്ടാമത്തേത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് GSTയിൽ നിന്ന് എന്തെങ്കിലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കണമെങ്കിൽ അത് ഞാൻ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അടുത്തത് അഡ്വൈസറി ആൻഡ് ട്രെയിനിങ്. നിങ്ങൾക്ക് GSTയെ പറ്റിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിനുള്ള ക്ലാരിറ്റി ഞാൻ തന്നിരിക്കും. പിന്നെ GST പ്രോസസ്സിനെ പറ്റിയിട്ട് നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് എന്തെങ്കിലും ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് GST ട്രെയിനിങ്ങും കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരും. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോ, അതായത് നിങ്ങളുടെ സ്റ്റാഫിനോ ആർക്കെങ്കിലും GSTയുടെ ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ അത് ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ എൻ്റെ കോൺടാക്റ്റ് നമ്പറും ഇമെയിൽ ID ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.